Hello everyone, welcome back to biology class. In our previous classes, we discussed about pathogenic diseases, that is, diseases that are caused by pathogenic microorganisms. Today, we can study about non-pathogenic diseases. Okay, non-pathogenic diseases. Are diseases caused only by pathogens? No, right? There are non-pathogenic diseases also. Non-pathogenic diseases are of different types. It include lifestyle diseases, deficiency of nutrients, occupational diseases and genetic diseases. Lifestyle diseases means the disease which occur because of unhealthy lifestyle. Okay, deficiency of nutrients means what? If the nutrients are less in our body, it lead to many diseases like kwashiorkor, marasmus. You have studied in your previous classes. And occupational diseases are caused by situations in work areas, job areas. So if a person is working in mining industry, chemical factory, etc., he will be supposed to have respiratory disorders. And genetic diseases are due to any problem in genes, any defect in genes. So these are the non-pathogenic diseases. അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ കാരണം വരുന്ന ഡിസീസസ് ആണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ന്യൂട്രിയൻസിൻ്റെ കുറവ് കാരണം വരുന്ന ഡിസീസസ് ആണ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ്. ജോലി സ്ഥലത്ത് സിറ്റുവേഷൻസ് കാരണം വരുന്ന ഡിസീസാണ് ഒക്യുപ്പേഷണൽ ഡിസീസസ്. ഫോർ എക്സാമ്പിൾ മൈനിങ് ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ജീൻസിലുള്ള പ്രോബ്ലം കാരണം വരുന്ന ഡിസീസാണ് ജനറ്റിക് ഡിസീസസ്. സെല്ലിൻ്റെ അകത്ത് ന്യൂക്ലിയസിൽ കാണുന്ന ജനറ്റിക് മെറ്റീരിയലാണ് ജീൻസ്. സോ ജീൻസിന് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ ജനറ്റിക് ഡിസീസസ് വരും. നോൺ പാത്തജനിക് ഡിസീസസ് ആർ ഓൾസോ കോൾഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ബിക്കോസ് ദേ ഡു നോട്ട് സ്പ്രെഡ് ചെയ്യാത്ത ഡിസീസസ് ആണ് നോൺ പാത്തജനിക് ഓർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. Let us study about genetic diseases. Genetic diseases are caused by defect in the genes that control the cellular activities. Hemophilia, sickle cell anemia, etc. are examples of genetic diseases. In our body, the activities of cell are controlled by genes. If these genes have any defect or problem, cellular activities takes place in an abnormal way, not in a normal way. This lead to genetic diseases. Example hemophilia, sickle cell anemia, etc. നമ്മുടെ ശരീരത്തിൽ സെല്ലിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ജീൻസാണ്. ഈ ജീൻസിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ സെല്ലിൻ്റെ ആക്ടിവിറ്റീസൊക്കെ അബ്നോർമൽ ആകും, നോർമലായി നടക്കില്ല. അങ്ങനെ ജീൻസിൻ്റെ പ്രോബ്ലം കാരണം വരുന്ന ഡിസീസസ് ആണ് ജനറ്റിക് ഡിസീസസ്. ഫസ്റ്റ് ജനറ്റിക് ഡിസീസ് ഹീമോഫീലിയ. Blood clots with the help of some proteins present in blood plasma. What will happen when the genes that control protein synthesis become defective? That is, listen here. If any wound occur in our body, blood comes out first, isn't it? But after some time, blood clot. നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായാൽ ആദ്യം ബ്ലഡ് വരും, കുറച്ച് കഴിഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കും, അല്ലേ? ഇങ്ങനെയാണ് നോർമലി നടക്കുക. There are some genes that help in this process. That is, the genes produce proteins. These proteins helps in blood clotting. So, blood കട്ടപിടിക്കാൻ വേണ്ടി സഹായിക്കുന്നത് പ്രോട്ടീൻസ് ആണ്. ജീൻസ് ആണ് പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രോട്ടീൻസ് ആണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ, അതായത് ബ്ലഡ് കട്ടപിടിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. സപ്പോസ് ഇഫ് ദിസ് ജീൻ ഈസ് നോട്ട് വർക്കിംഗ്, വാട്ട് വിൽ ഹാപ്പൻ? പ്രോട്ടീൻസ് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ്, റൈറ്റ്? സോ ഇഫ് പ്രോട്ടീൻസ് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ്, ബ്ലഡ് ഡസൻറ്റ് ക്ലോട്ട്. ഈ ജീനിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, പ്രോബ്ലം ഉണ്ടായാൽ വാട്ട് വിൽ ഹാപ്പൻ? ഈ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ല, അത് കാരണം രക്തം കട്ട പിടിക്കില്ല. ദാറ്റ് ഈസ് ഹീമോഫീലിയ ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് എക്സസ് ബ്ലഡ് ഈസ് ലോസ്റ്റ് ഈവൻ ത്രൂ മൈനർ വൂൺസ്. യു നോ ദാറ്റ് ബ്ലഡ് ഡസൻ ക്ലോട്ട് ഹിയർ. സോ എക്സസ് ബ്ലഡ് ഈസ് ലോസ്റ്റ് ഈവൻ ഫ്രം എ സ്മോൾ വൂണ്ട്. സോ ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും ബ്ലഡ് കണ്ടിന്യൂസ് ആയി വരും. എന്തുകൊണ്ടാണ്? ബ്ലഡ് കട്ട പിടിക്കുന്നില്ല. സോ ബ്ലഡ് കണ്ടിന്യൂസ് ആയി പുറത്തേക്ക് വരും, ബ്ലീഡിങ് ഉണ്ടാകും. ഓക്കെ, ആസ് ഹീമോഫീലിയ ഈസ് എ ജനറ്റിക് ഡിസീസ്, എ കംപ്ലീറ്റ് ക്യൂർ ഈസ് നോട്ട് പോസിബിൾ അറ്റ് പ്രസൻറ്റ്. ടെമ്പററി റിലീഫ് ഈസ് ബ്രോട്ട് ഇൻ ബൈ ഐഡൻറ്റിഫൈങ് ആൻഡ് ഇൻജെക്റ്റിംഗ് ദ ഡെഫിഷ്യൻറ്റ് പ്രോട്ടീൻ. സോ ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസീസ്. സോ കംപ്ലീറ്റ് ക്യൂർ ഈസ് നോട്ട് പോസിബിൾ. ഇഫ് ദ ഡെഫിഷ്യൻറ്റ് പ്രോട്ടീൻ ഈസ് ഇൻജെക്റ്റഡ്, ദ പേഷ്യൻറ്റ് വിൽ ഗെറ്റ് സം റിലീഫ്. സോ ജനറ്റിക് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ഇല്ല.
പക്ഷെ ഏത് പ്രോട്ടീനാണോ ഇല്ലാത്തത് ആ പ്രോട്ടീൻ ഇഞ്ചെക്ട് ചെയ്താൽ താൽക്കാലികമായി ആശ്വാസം കിട്ടും. There are social organizations which work for hemophilia patients who need special care and attention. These organizations volunteer to provide adequate care to hemophilia patients and make their relatives and the public aware of it. So many organizations are helping hemophilia patients. They give awareness to people about caring hemophilia patients. They are taking care of hemophilia patients. ഹീമോഫീലിയ പേഷ്യൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഹീമോഫീലിയ പേഷ്യൻസിനെ കണ്ടെത്തി പരിചരിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഈ ഓർഗനൈസേഷൻസ് മുൻകൈയെടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഹീമോഫീലിയ ഈസ് എ ജനറ്റിക് ഡിസീസ്. സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ഹീമോഫീലിയ? ഡിഫെക്റ്റ് ഇൻ ജീൻസ് വിച്ച് പ്രൊഡ്യൂസ് പ്രോട്ടീൻ നെസസറി ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ് സിംറ്റം? Excess blood is lost even through minor wounds. And what about treatment? Complete cure is not possible. And inject the deficient protein for getting temporary relief. Next genetic disease is sickle cell anemia. The defect in genes may also cause deformities in the sequencing of amino acid, which are the building blocks of hemoglobin. As a result of this, the structure of hemoglobin changes, and this in turn decreases its oxygen carrying capacity. So that is sickle cell anemia. You all know about hemoglobin, right? It helps in transport of oxygen. Then how this is formed, how hemoglobin is formed? There are certain genes which helps in sequencing amino acid. These amino acid combine and form hemoglobin. So if the gene is having any defect, amino acids are not sequenced properly. So structure of hemoglobin changes. ഹീമോഗ്ലോബിനെ പറ്റി മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന RBCയിൽ കാണുന്ന ഒരു പിഗ്മെൻ്റ് ആണ്. ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ആണ്. സോ ഈ ഹീമോഗ്ലോബിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ജീൻസ് ആണ്. ദറ്റ് ഈസ് ജീൻസ് അമിനോ ആസിഡ് ഫോർമേഷന് സഹായിക്കും. ഈ അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്താണ് ഹീമോഗ്ലോബിന് ഫോം ചെയ്യുന്നത്. സോ ഈ ജീനിന് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ അമിനോ ആസിഡ് കറക്റ്റായി ഫോം ചെയ്യില്ല. അത് കാരണം ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ മാറും. Then what happens if the structure of hemoglobin changes? For that, observe this illustration. What happens if structure of hemoglobin changes? You can see here changes occur in the structure of hemoglobin in red blood cell. Red blood cell bend like sickle. So normal RBC shape is disc-like, but now it bend like sickle. So as a result, what happens? The oxygen carrying capacity of red blood cell decreases. The sickle-shaped RBCs got collected in the blood vessel and block the flow of blood in them. So as a result of this sickle-shaped RBC, what happens? The oxygen carrying capacity of RBC decreases. And also these sickle-shaped RBC clump together in blood vessel. This will block the flow of blood. ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ മാറിയാൽ RBCൻ്റെ ഷേപ്പ് മാറും. നോർമൽ RBCൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന ഡിസ്ക് പോലെയാണ്. പക്ഷേ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ മാറിയാൽ RBC അരിവാൾ പോലെ വളയും. അത് കാരണം RBCക്ക് ഓക്സിജനെ കൊണ്ടുപോകാനുള്ള കഴിവും കുറയും. അരിവാൾ പോലുള്ള RBC കൂട്ടം കൂടി നിന്ന് ബ്ലഡ് വെസലിനെ ബ്ലോക്ക് ചെയ്യും. സോ ബ്ലഡിന് പ്രോപ്പറായി മൂവ് ചെയ്യാനും സാധിക്കില്ല. അത് കാരണം ഓരോ ഓർഗൻസിലേക്കും എത്തുന്ന ബ്ലഡിൻ്റെ എമൗണ്ട് കുറയും, അനീമിയ വരും. So what is the reason for sickle cell anemia? Defect in genes. Okay. And what are the effects of this disease? RBC changes from disc shape to sickle shape. So as a result, what happens? Oxygen carrying capacity of RBC reduces, and also sickle shaped RBC clump together and block the flow of blood. Why do hemophilia patients lose blood excessively even through minor wounds? So what is the reason? In hemophilia patients, because of defect in genes, proteins are not produced properly. So what happens? Blood is not clotting. So as a result, even from minor wounds, blood comes out continuously. How does the deformity of red blood cell in sickle cell anemia patient affect their body? So what happens if a person is having sickle cell anemia? That is, because of this sickle shaped RBC, what happens?
Oxygen carrying capacity reduces, and also the sickle shaped RBC clump together and block the movement of blood.